ആ മറ്റേ ഹിന്ദിക്കാർ വന്നിട്ടില്ല തോന്നുന്നുണ്ടല്ലേ? ആ ബാക്കിലെ ഒറ്റങ്ങൾക്കൊന്ന് ചേച്ചി ചേമ്പ് പറിച്ചു. നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമുണ്ട്, ചെടി വെച്ചാൽ മാത്രം മതിയോ വളം ഇടണ്ടേന്ന്. അതിനുള്ള വളം കേട്ടോ ഈ ഇറക്കുന്നത്. ആദ്യം ഒരു ലോഡ് അടിച്ചു, ചാണകമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ലോഡും കൂടെ വന്നിട്ടുണ്ട്. ഏട്ടൻ എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ, എന്തിനീ 2 ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അധികം ചെടികൾ ഇല്ല എന്നുള്ള രീതിയിൽ 2 ലോഡിൻ്റെ ആവശ്യമില്ല. പിന്നെ ചാണകമല്ലേ അവിടെ കിടന്നോട്ടെ, നമുക്കിനി ചെടികൾ വേറെ വെക്കണം എന്ന് വെച്ചാലും ഈ ചാണകം ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഉണ്ടെന്ന് വെച്ചാൽ അതൊരു നാശമല്ല, അല്ലെങ്കിൽ നശിച്ചു പോവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. പിള്ളേർ 2 പേരും സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. സ്കൂളിലേക്ക് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. കാലത്തെ കലാപരിപാടികളൊന്നും എടുത്തിട്ടില്ല. ഉച്ചക്കലേക്ക് നമുക്കിതാ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ എന്തോ ഒരു സാധനം കൂടെ കൂട്ടാൻ വെക്കുന്നുണ്ട്. ബീൻസാണ് കേട്ടോ, വേറെ ഒന്നല്ല. ഇവിടെ അമ്മൂട്ടി ചെമ്മീൻ വറുത്താൽ കഴിക്കും കേട്ടോ. ചെമ്മീൻ വെച്ചാലൊന്നും കഴിക്കില്ല, ചെമ്മീൻ വറുത്ത് കൊടുത്താൽ കഴിക്കും. അതുപോലെ കക്ക ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കക്ക വാങ്ങിക്കുന്നു. നമുക്ക് ഓരോരോ കാര്യങ്ങളിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ നീണ്ടു പോണതാണ്. ഒരു ദിവസം കക്ക വാങ്ങിച്ചിട്ട് വെച്ച് കൊടുക്കണം മൂപ്പരാൾക്ക്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയണു. ഞാൻ പറഞ്ഞില്ലേ നമ്മളിന്ന് കറിയായിട്ട് വെക്കുന്നത് നമ്മുടെ കൊത്തമരയാണ്. ബീൻസ് എന്ന് പറയും. ബീൻസ് വേറെയാന്ന് തോന്നുന്നു അല്ലേ, കൊത്തമര. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനൊരു ചൊവയുണ്ടല്ലോ, ആ ചൊവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കയ്പ്പക്കായ ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഇന്നാളിതുപോലെ സിദ്ധുമ്മ പറയണ്ടായിരുന്നു കയ്പ്പക്കായ കൂട്ടിയിട്ട് അത് ശീലിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരിക്കുമെന്ന്. അതെനിക്കറിയില്ല എത്രത്തോളം അത് ശരിയാണെന്നുള്ള കാര്യം. ഇവിടെ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കയ്പ്പക്കായ. ഏട്ടൻ അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല, എന്നാലും ഏട്ടനും കഴിക്കും കേട്ടോ കയ്പ്പക്കായ. എനിക്ക് അത്ഭുതമാണ് കയ്പ്പക്കായ കഴിക്കുന്നവരെ കാണുമ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ട്. അത് എങ്ങനെയാണ് ഇത് കഴിക്കണേ എന്നുള്ളൊരു തോന്നല. അത് കയ്പില്ലാതെ വെക്കാൻ അറിയാവുന്നവരുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അത് സാധനം ട്രൈ ചെയ്ത് നോക്കാൻ പോലും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള ഹൈലൈറ്റ് മാളിലേക്ക് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് വണ്ടിയിൽ ഇതുപോലെ പുറത്ത് പോയിട്ട് വരുമ്പോൾ അതിൻ്റെ പരസ്യം ഇങ്ങനെ കേട്ടപ്പോഴാണ് ഈശ്വര നമ്മളിതുവരെ തുടങ്ങിയിട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. എത്രത്തോളം അത് ഓപ്പണിംഗ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാൾ എത്രത്തോളം ആക്റ്റീവായി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്നാലും തൃശ്ശൂർ വന്നൊരു സംഭവമല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് 1 മണിക്കൂർ ദൂരം ഉണ്ടാവും കേട്ടോ. എന്നാലും ഒന്ന് പോയി വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് എൻ്റെ കുത്തുമുളക് കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളിന്ന് ഡാൻസ് ക്ലാസ്സിന് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അന്നാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. എന്നോട് രശ്മി ഇന്നാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എപ്പോഴാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണേന്ന്. അപ്പോൾ അവൾ ചോദിച്ച അന്നത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് എഡിറ്റ് ചെയ്ത സമയം നിങ്ങൾ കേട്ടാൽ ഞെട്ടുട്ടോ. പുലർച്ചെ 2 മണിക്ക്. ഉറക്കമൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഉറക്കം പോയിട്ട് വെറുതെ കിടക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കും. അപ്പോൾ പുലർച്ചെ 2 മണിക്ക് എഡിറ്റ് ചെയ്ത വ്ളോഗൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. പക്ഷെ ആരും അങ്ങനെ കാണാൻ അധികം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചീഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ ഇന്നാളൊരു വ്ളോഗ് കണ്ടപ്പോൾ അതിലൊരു ചേച്ചി പറയണ കേട്ടു, നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏണിങ്സ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യരുതെന്ന്. നമ്മുടെ ഒരു സന്തോഷം കൂടിയാണ്, നമ്മുടെ ഒരു റിലാക്സേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് പൊടി പിടിക്കുന്ന കുറച്ച് സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ നമുക്കൊരു വിമോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ശരിയാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്. എപ്പോഴും ഈ ഏണിങ്സ് എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ട് ഇതിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കലാപരിപാടിയാണ്. വീഡിയോ എടുക്കുന്നു, അത് എഡിറ്റ് ചെയ്യണു, അതൊരു എന്താ പറയുക, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു രീതിയിൽ തന്നെ കണ്ടാൽ മതി. കാരണം അത് നമ്മുടെ കടമയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മളത് ചെയ്തേ തീരൂ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. കാര്യം അവർക്ക് മാസാവസാനം ശമ്പളം കിട്ടുന്നുണ്ടാവായിരിക്കും, നമുക്ക് ചിലപ്പോൾ മാസാവസാനം ശമ്പളം കിട്ടിയില്ല എന്ന് വരെയായിരിക്കും. അതൊന്നും കണക്കിലാക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ, അത് സന്തോഷത്തോടു കൂടി അങ്ങോട്ട് ചെയ്തു പോവാം. അതിനും കൂടുതലായിട്ട് വേറെ ഒന്നും ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത് എന്ന്. സത്യമാണ് കേട്ടോ, സത്യസന്ധമായ വാക്കുകളാണ് ആ ചേച്ചി പറഞ്ഞത്. എനിക്ക് ഹൈറ്റ് ശരിക്കത് ശരി. ആ അമ്മോട് പറ. മനസ്സിലായി.
ഇവിടെ ഉള്ള പൂക്കൾ ചെമ്പരത്തി, റോസ്, ജാസ്മിൻ എന്നാ പറയണേ, ബോഗൻവില്ല, പിന്നെ ഹിബിസ്കസ്. അയ്യോ സോറി, ഇംഗ്ലീഷും മലയാളം കൂടി മിക്സഡ് ആയി. പിന്നെ ഏതാമ്മ? പിന്നെ വിഷപ്പൂ ഉണ്ട് ഗൈസ്. പിന്നെ ഈ വെള്ളപ്പൂ. അയ്യ നമ്മടെ മൂടാ കിട്ടണേ. ഞാൻ കടയാക്കി തരട്ടെ ദേവി. ഞങ്ങൾ അമ്മയും മോളും കൂടെ എന്തിനിറങ്ങിയില്ല നിങ്ങൾക്കറിയോ? ചാണകം ഇടാൻ വേണ്ടിയിട്ട് തടെടുക്കണുണ്ടാ. ഈ തടെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സുഖമുള്ളൊരു ഏർപ്പാടല്ല. കാരണം ഈ ചെമ്മണ്ണ ആയതുകൊണ്ടേ അത് ഉറച്ച് എടുക്കുകയാണ്. അപ്പോൾ പായു എൻ്റെ അടുത്ത് അവസാനം പറഞ്ഞു, അമ്മ ഇത് നനച്ചു കൊടുത്തിട്ട് തടെടുത്താൽ പോരെ, അപ്പോൾ പെട്ടെന്ന് കിട്ടില്ലേന്ന്. അപ്പോഴാണ് എനിക്ക് ആ ഒരു ബോധം വന്നത്. പിന്നെ ഞങ്ങൾ നനച്ചു കൊടുത്തിട്ട് തടം എല്ലാത്തിനും കോരി. പക്ഷേ ഈ തടം കോരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കോരിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം എന്തായാലും ഇത് അടിയിലേക്ക് ഇറങ്ങിക്കോളും. നനച്ച് അത് അടിയിലേക്ക് ഇറക്കി കൊടുക്കാൻ തന്നെ വേണം. പച്ചച്ചാണകമാണ്, ഉണക്കച്ചാണകമല്ല. അപ്പോൾ നന മസ്റ്റാണ്. നനയ്ക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ KSEBക്കാരെ വിളിച്ചിട്ട് ഒരാഴ്ചയിലും കൂടുതലായിട്ടുണ്ട്. നമ്മുടെ മോട്ടർ, അഗ്രികൾച്ചറിൻ്റെ മോട്ടറുണ്ട്, നനയ്ക്കാൻ വേണ്ടിയിട്ട്. തെങ്ങിനൊക്കെ നനയ്ക്കണമല്ലോ, ചൂടുകാലമായി തുടങ്ങിയല്ലോ, ഒറ്റൾക്ക് നനയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. ഇവരെ വിളിച്ചിട്ട് ഇതൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് ഒരാഴ്ചയിലും കൂടുതലായി. ഇതുവരെ ഡെയിലി ഞാൻ വിളിക്കും, പോയി പറഞ്ഞു, എന്നിട്ടും ഇന്ന് വരാം നാളെ വരാം എന്നുള്ളൊരു പറച്ചിലല്ലാതെ ഇവരിങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കണമെന്നില്ല കേട്ടോ. ഞാൻ പോയി പറഞ്ഞത് കൂടാതെ ചേട്ടൻ പോയപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ എന്നും വിളിക്കുന്നുണ്ട്, ഇന്നും വിളിക്കുമ്പോൾ പറയാം ഇപ്പം വരും, ഇപ്പം പോന്നിട്ടുണ്ട്. ഈ ഒരു ഡയലോഗ് മാത്രമേ ഇവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് വെറുപ്പായി തുടങ്ങി. അത്രയ്ക്കധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവർ ശരിക്കും. ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയിട്ട് ലാഗ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാലേ വെറുത്ത് പോവാന്ന് പറയുന്നത് അതിൻ്റെ ഒരു അങ്ങേയറ്റം വരെ അവരെത്തിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന്, രണ്ട്, ഒരെണ്ണത്തിൽ 2 വട്ടം അല്ലേ? ഞാൻ ഇടണാ? എനിക്കിഷ്ടമാ. മൂന്നെണ്ണം ഇട്ടെടുക്കാൻ പാടില്ല, 2 ഇട്ടെടുക്കാൻ പാടില്ല. ഇതൊക്കെ അമ്മയുടെ ചെടികളാണ് ഗൈസ്. പക്ഷെ അപ്പം എല്ലാം പച്ചകളാണല്ലോ. ഇതൊരു ചെടി, ഇതിൻ്റെ പേരെന്നിട്ട് അമ്മ നല്ല മണം വരുന്നത്? ഇത് പാരിജാതം ഉണ്ട്, പാരിജാതം. ഇതിങ്ങനെ എത്ര വട്ടം കുമ്പിട്ട് ഇറങ്ങും? അന്ന് ഇത്തിരി കൂടുതലിട്ട് എടുത്തോട്ടാ പാവത്. അതാവുമ്പോ സിമ്പിളാ. വെള്ളം ഇങ്ങനെ കോരി കിടന്നാലേ ഇതിങ്ങനെ കുറേ വട്ടം നടക്കണം. ജാസ്മിൻ പൂ വിട്ടു, 2 പൂ എവിടെ? മറ്റേ ഓർമ്മ കൂടി ഉണ്ട് അപ്പുറത്ത്. എനിക്കൊന്നും കടിക്കാനില്ല, 3 കുറേ ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് കേട്ടോ, മൂപ്പറാൾക്ക് ഇടണമെന്നും പറഞ്ഞിട്ട്. ആദ്യം അടിയിലേക്ക് തോണ്ടിയിട് കുറച്ച്, അല്ലെങ്കിൽ ഇത് ഒടിയും. അങ്ങനെ ആമ്മ നേരത്തെ ആക്കണണ്ടില്ലേ, അങ്ങനെ കുറച്ച് തോണ്ടിയിട് നിലത്തേക്ക്. ഞാൻ ഇട്ടായിരുന്നു, അല്ലെങ്കിൽ നിലത്തേക്ക് ഇടേ. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്താണ് ചാണകം കിട്ടിയതിൻ്റെ സന്തോഷമാണ്. ആ കുഞ്ഞു ചെടിക്ക് നന്നായിട്ട് കൊടുത്തോ, അതിന് നന്നായിട്ട് കൊടുത്തോ. നമ്മുടെ മറ്റേ കാർഷികത്തിൻ്റെ മോട്ടർ കഴിഞ്ഞ കൊല്ലം അവർ ഓഫ് ചെയ്തുള്ളതാണെന്ന് തോന്നുന്നു. ഓഫ് ചെയ്തതാണോ എന്താണോന്നൊന്നും അറിയില്ല. 2-3 ദിവസമായി കിടന്ന് വിളിക്കണു, ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പറയണതല്ലാണ്ട് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. നമുക്കത് മുല്യാണത്. അത് ശരിയാക്കി കിട്ടുന്ന വെച്ചാൽ നമുക്ക് നനയ്ക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഈ ചാണകമൊക്കെ നന്നായി കലങ്ങിപ്പോയി. ഇത് ഈ കുഞ്ഞോസ് വെച്ച് നനയ്ക്കുമ്പോൾ ചാണകം പെട്ടെന്ന് കലങ്ങൂല. ചാണകം വയൽ പോയാ
അന്തു സ്കൂളൊക്കെ വിട്ട് വന്നിരിക്കുന്നു ഗൈസ്. നീ എങ്ങനെയാ ബസ്സിൽ കയറി വന്നേ? ഒറ്റ കൈ കൊണ്ട് സീറ്റ് തന്നെ അവര് വെറുതെ. അപ്പം ഇതെന്നും കൈമിട്ടടന്നോ? അല്ലേ അപ്പം സീറ്റ് കിട്ടൂടി. അയ്യാ ഒരു കാര്യം ചോദിക്കണം. അതേ മാവ് മതി പായുമ്പോൾ നമ്മൾ കാലത്തുണ്ടാക്കിയ ജ്യൂസ് മധുരം ഇടാണ്ട കഴിക്കണം കേട്ടോ. മധുരം ഇടാണ്ട് കഴിക്കേണ്ട കൂടുതൽ ടേസ്റ്റ് എത്ര എനിക്കറിയില്ല. നല്ല പുളിയുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗം മൊത്തം ഇട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അമ്മയല്ല കേട്ടോ പായൊന്നും കേട്ടോ. ഞാൻ ആകെ കലക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ കലാപരിപാടിയും ചെയ്തിട്ടുള്ളത് പായോ. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നല്ല കേട്ടാ. ഈ ഒരു ഭാഗം ഇടാൻ തന്നെ നമ്മളിപ്പോൾ എത്ര മണിക്കൂർ എടുത്തില്ലേ പായോ? ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. മുടി ട്യൂഷന് പോയപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. 1.5 മണിക്കൂർ സമയമാണ് ഈ ഒരു ഭാഗത്തുള്ള ചെടികൾക്ക് മാത്രം ഇട്ടിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അത് കലക്കൽ ഞാൻ കലക്കി അവളിടാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തത് കേട്ടോ. ഇനി നാളെ അപ്പുറത്തെ സൈഡും അങ്ങനെ ഓരോരോ സൈഡായിട്ട് കഴിക്കാൻ പറ്റുള്ള ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എനിക്കുമില്ല പായുനുമില്ല. അപ്പോൾ ബാക്കി നാളെ. പായുമ്പയ്ക്ക് ചായ കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ വല്യച്ഛൻ്റെ അടുത്ത് വരികയാണ്. അയ്യാണ്ടായ ക്ഷീണിതയായ പായു. എന്നാ ചായ ഇപ്പം കൊണ്ടുക്കോ, അങ്ങോട്ട് കൊണ്ടുക്കോ. അവിടെ വയ്ക്കുക ലൂഡോ കളിക്കുക. അപ്പോൾ എങ്ങനെയാണ് ചായ ഇവിടെ വെച്ചിട്ട് പോയേ? അത് ചൂടുള്ള ചായയാണേ. അവിടെ പോയിരുന്ന് കുടിച്ചോ ട്ടാ. കൈ പൊള്ളിക്കരുതേ. വെളിച്ചം വിളിക്കണം. അമ്മൂട്ടിക്ക് പനിക്കുണ്ട് കേട്ടാ. പക്ഷെ പനിക്കണേനിടയിൽ എൻ്റെ കുട്ടി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താന്ന് നോക്കി നോക്ക്. ഇത് ഹണി ഗ്രേപ്സ് ആണ്. ഹണി ഗ്രേപ്പ് ആണ് കേട്ടോ. നമ്മുടെ ജ്യൂസല്ല, ഇത് ഹണി ഗ്രേപ്പാണ്. ഇതിലിങ്ങനെ മുന്തിരി കിടക്കണതാണ്. പക്ഷേ ഇതിനെക്കാട്ട് ടേസ്റ്റ് നമ്മുടെ ജ്യൂസ് കേട്ടോ. വേറെ വശം നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. തിരിഞ്ഞ് നോക്കട്ടെ. ലൈറ്റ് നോക്കട്ടെ അമ്മ. പുള്ളി ഇവിടെ കാണണ്ടോ നോക്കട്ടെ. കാണുന്നില്ല. കാണണ്ടാണോ അതിനറിയാം. അതിനും കുറവത്ത ശരി. പക്ഷെ ഓക്കെ കുഴപ്പമില്ല. വേറെന്ത് ടേസ്റ്റ് കടന്നു വന്നേ? വേറെന്ത് ടേസ്റ്റ് കടന്നു വന്നു? അത് മറ്റേ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുമ്പോ നീ തേന വെച്ചിട്ടില്ലല്ലോ. തേന വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെയാണ് കുഴപ്പമില്ല. ഒത്തിരി കൂടെ മധുരം വേണമായിരുന്നു. പക്ഷെ പുളിയുണ്ട്, നല്ല പുളിയുണ്ട് മുന്തിരിക്ക്. എനിക്കിത് ഓക്കെയാ. അതിനിത് ഭയങ്കര ഇഷ്ടമായോ? ഇഷ്ടമായോ അത്? ആയില്ല ആയില്ല ആയില്ല. യെസ് ആ ഇതൊക്കെ കറക്റ്റ്. ഞാൻ മുട്ടി നോക്കിയാ മുട്ടി ട്രൈ ചെയ്തേ നോക്കട്ടെ. ഇച്ചിരി കൊടുക്കേ, ഇച്ചിക്ക് കൊടുക്കേ. അത് ഇച്ചി ആക്കിയോളൂ. തിരിക്കി തിരിക്കി തിരിക്കി. ഇച്ചിക്ക് അറിയാം. ആ ഇച്ചി ഓക്കെ. ആ ഇച്ചി അറിയാട്ടാ.
ഇച്ചി പഠിച്ചു അനി അത് അവിടെ വെച്ചിട്ട് ശരിക്കുള്ള പഠിക്കാം വെച്ച പരീക്ഷന് ചെല്ല് താങ്ക് യു ഐ ലവ് യു ടു ബേബി. കോപ്പി ചെയ്ത് വെക്കാം എന്നിട്ട് പഠിക്കണം. അമ്മ അപ്പോഴേക്കും അമ്മയുടെ 2ാം ഊഴം വായിക്കട്ടെ. കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് ഗൈസ്, കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. ഇത്രയൊന്ന് കാണിച്ചേട്ടെ. ടൈം ടേബിളല്ല, കറണ്ട് ബില്ല് 5514 രൂപ. നമ്മുടെ KICB നമുക്ക് തന്ന ന്യൂ ഇയർ സ്പെഷ്യൽ ഗിഫ്റ്റ്. എന്താല്ലേ, നമ്മുടെ MT വാസുദേവൻ നായരുടെ 2ാം ഊഴം ഏകദേശം കഴിയാറായിട്ട് കേട്ടോ. ഇന്ന് കഴിയും നാളെ കഴിയുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ കഴിയുന്നത് കാണാനല്ലേ, ഇനി ഇത്രയും വായിക്കാനുണ്ട് കേട്ടോ. കുറച്ച് ഇത്രയും വായിച്ച് കഴിഞ്ഞു, ഇത്രയും കൂടി ഉണ്ട്. ഫുൾ തേപ്പാണ് കേട്ടോ അതിൽ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇഷ്ടമാവാത്തതല്ല, എന്താ പറയുക, നമ്മളൊരാളെ സ്നേഹിക്കുന്നതിനൊന്നും ഒരു വാല്യൂ ഇല്ല, ഒരു പ്രസക്തി ഇല്ല എന്ന് പറയില്ലേ. ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാവും, ഭയങ്കര സങ്കടം വരും. എന്താ പറയുക, മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ട് ആ സ്നേഹം കാണാതെ പോകുന്ന ചില മനുഷ്യരുടെ കഥ. ചില മനുഷ്യരെന്നല്ല, ഇതിലുള്ള ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ഇങ്ങനെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിലൊരു പക്ഷേ ഭീമനെ മാത്രമായിട്ട് നമ്മൾ പ്രസക്തി കൊടുത്ത് പറയുന്നത് കൊണ്ടായിരിക്കാം ചില നേരത്ത് ഭയങ്കര സങ്കടമാവും കേട്ടോ. ഇതിൽ കല്യാണ സൗഗന്ധികം തേടി പോണ ആ ഒരു ഭാഗത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. എന്താ പറയുക, ചവിട്ടി അരയ്ക്കപ്പെടാന്ന് പറയില്ലേ, നമ്മുടെ സ്നേഹത്തിനൊരു വിലയും കൊടുക്കാതെ ചവിട്ടി അരയ്ക്കപ്പെടാ എന്നുള്ളൊരു ഭാഗം സമ്മതിക്കണം, എഴുതുന്ന ആളെ സമ്മതിക്കണം. അത് ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് എഴുതുമ്പോൾ വേറെ ലെവലടാ. അതുപോലെ മഹാമേരു കാണണമെന്ന് പറഞ്ഞിട്ട് ഭീമൻ്റെ അടുത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദ്രൗപദി, നമ്മുടെ പാഞ്ചാലി, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അതൊക്കെ സെറ്റാക്കി ആൾ ദ്രൗപദിക്ക് കാണാൻ പറ്റാവുന്ന വിധത്തിൽ എല്ലാതും. അത് അത്രയും വലിയ ഹൈറ്റുള്ളൊരു മലയാണ്. അതിൻ്റെ മുകളിലേക്ക് കയറി അവിടെ താമസിക്കാൻ, അതായത് അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ എന്നൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച ഭീമനെ തേച്ചു കൊണ്ട് ഇവിടെ ഒരു സംഭവമുണ്ട്. അർജുനൻ വന്നു അറിഞ്ഞില്ലേ. അതും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ, ഭയങ്കര സങ്കടം വന്നൊരു സംഭവം. അതുപോലെ തന്നെ 4 വർഷങ്ങൾക്ക് ശേഷം ദ്രൗപദി ഭീമൻ്റെ സ്വന്തമാവണ ഒരു ദിവസം ഭീമൻ റൂമിലേക്ക് കയറി അവിടെ ഉറങ്ങുന്ന ദ്രൗപദിയാണ് തൊട്ട് വിളിക്കുമ്പോൾ കേൾക്കുന്നത്. അർജുനൻ്റെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. ഉറക്കത്തിൽ നിന്നിട്ട് ദ്രൗപദിയുടെ മനസ്സിലപ്പോഴും ഉള്ളത് അർജുനനാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് പോണുണ്ട് ആൾ. കണ്ട കാലകേയൻ്റെ വധം മുഴുവൻ പറയൂന്നാണ് ദ്രൗപദി പറയുന്നത്. അപ്പോൾ ഭീമൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഈ രാത്രിയിൽ മനസ്സ് അർജുനന് സ്വപ്നം കാണുന്ന അവളുടെ തണുത്ത ശരീരം വേണ്ട എന്നുള്ളത്. ഇതൊക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള വേർഡ്സാണ്. നമുക്ക് ശരിക്കും അത് ഒറ്റയ്ക്കൊക്കെ പിള്ളേരുടെ ഇടയിൽ ഇരുന്നൊന്നും വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ വരില്ല. ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ വരും. അങ്ങനെ ഇന്നത്തെ വിളക്കണക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. വലിയ ഇഷ്ടമായെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.